What if you need not have to be good? Namaskaram. Welcome back to A Cup of Kavita. I'm Manu Ramakant, and this week we are going to America to explore one of the most famous poems of the 20th century, Wild Geese by Mary Oliver. This poem has brought comfort to millions, and at the end of the episode, you will know why. Mary Oliver, one of America's best-selling poets, won the Pulitzer Prize for Poetry in 1984. She is known for her accessible nature poetry that explores the themes of spirituality, attention, and wonder. For the poet, prayer is nothing but deep attention to the world around us. She spent most of her life in New England and Florida, walking in nature daily. You do not have to be good. You do not have to walk on your knees for 100 miles through the desert, repenting. Many of us carry guilt, കുറ്റബോധം, പാപഭാരം. അച്ഛനമ്മമാരെ അവർ ജീവിച്ചിരുന്ന കാലത്ത് അനുസരിക്കാനാവാത്തതിലുള്ള വേദന. അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ അനുസരിച്ച് ജീവിച്ചതിലുള്ള പശ്ചാത്താപം. കാര്യം നമ്മുടെ പല ഇഷ്ടങ്ങളും മാറ്റിവെച്ച് അവർക്ക് വേണ്ടി ജീവിച്ചതിലുള്ള വിഷമം. നമ്മുടെ പങ്കാളികളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാനാവാത്തതിലുള്ള വിഷമം, സങ്കടം. അല്ലെങ്കിൽ അങ്ങനെ നമ്മളല്ലാതെ പങ്കാളികൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി നമ്മളല്ലാത്ത മറ്റൊന്നായി മാറി ജീവിച്ചതിലുള്ള ഒരു കുറ്റബോധം, പശ്ചാത്താപം. You do not have to be good. You do not have to walk on your knees for 100 miles through the desert, repenting. Walking on your knees for 100 miles through the desert. ആ ഒരു ഇമേജ് that evokes Catholic penance. നമ്മൾ ഈ കുറ്റബോധത്തിൽ ഇങ്ങനെ ഉരുകി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ചിലരാണെങ്കിൽ ശയന പ്രദക്ഷിണം, അല്ലെങ്കിൽ ഡെസേർട്ടിലൂടെ ഇങ്ങനെ ആ ചുട്ടുപൊള്ളുന്ന മണ്ണിലൂടെ മുട്ടുകാലിൽ ഇങ്ങനെ ഇഴയുന്നു. ചിലരാണെങ്കിൽ ചാട്ട കൊണ്ട് സ്വയം അടിച്ച് ആ വേദനയൊക്കെ ഇങ്ങനെ എടുക്കുകയാണ്. ചിലർ കയ്യിലും കാലിലും ആണി കുത്തിക്കയറ്റി, ശൂലം കുത്തിക്കയറ്റി, പല രീതിയിൽ നമ്മളിങ്ങനെ പണിഷ് ചെയ്യാണ്. എന്തിന്? The poet asks. You only have to let the soft animal of your body love what it loves. നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ഒരു സോഫ്റ്റ് ആനിമൽ ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ എല്ലാം ഉള്ളിൽ വളരെ ലോലമായ ഒരു മൃഗം എന്ന് പറയുമ്പം അതിൻ്റെ ഒരു വൈൽഡ് സൈഡ് ഉണ്ട്, ഇല്ലേ? നമുക്ക് മെരിക്കാനാവാത്തൊരു വശമുണ്ട് ഈ ഒരു ആനിമലിന്. നമ്മുടെയൊക്കെ ഉള്ളിൽ ആ സോഫ്റ്റ് ആനിമലുണ്ട്. ആൻഡ് വി നെവർ ലിസൺ ടു വാട്ട് ഇറ്റ് ഹാസ് ടു സേ ഓർ വാട്ട് ഇറ്റ് സേസ്. കവി പറയുന്നു, ലെറ്റ് ഇറ്റ് ലവ് വാട്ട് ഇറ്റ് ലവ്സ്. അത് സ്നേഹിക്കട്ടെ, അതിന് എന്താണ് വേണ്ടത് അത് ചെയ്യട്ടെ എന്നാണ്. ടെൽ മീ, വാട്ട് ആർ യുവർ ഡിസയേഴ്സ്, യുവർ വൈൽഡ് ഡിസയേഴ്സ്? നിങ്ങളുടെ വന്യമായ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? കുട്ടിക്കാലം മുതലേയുള്ള. ചിലപ്പം ചിലർക്ക് അങ്ങനെ യാത്ര പോകണം, ഹിമാലയത്തിൽ പോകണം, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ദൂരദേശങ്ങളിൽ എവിടെയെങ്കിലും പോകണം. വെറുതെ അലഞ്ഞ് തിരിഞ്ഞ് ഇങ്ങനെ നടക്കണം. പക്ഷേ സാധിക്കുന്നില്ല. നമുക്ക് ഈ സൊസൈറ്റൽ പ്രഷേഴ്സ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അവരെന്ത് പറയും, ഇവരെന്ത് പറയും, അതുപോലെ നമ്മുടെ വീട്ടുകാർക്ക് പിന്നെ പ്രൊവൈഡ് ചെയ്യാൻ ആരുണ്ട്. ഇങ്ങനെയാണ് പല ടോക്സിക് ബന്ധങ്ങളും നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നത്. നമുക്ക് ഈ ചുറ്റുപാടുകളെയും മറ്റുള്ളവരുടെ ശബ്ദങ്ങളെയും പേടിയാണ്. ഇതാണ് നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്നത്. സോ ദാറ്റ് വി സ്റ്റോപ്പ് ലിസണിങ് ടു വാട്ട് ദ സോഫ്റ്റ് ആനിമൽ വിതിൻ അസ്.
പറയുന്നത് കേൾക്കുകയില്ല. കവി പറയുന്നത്, യു മസ്റ്റ് ലെറ്റ് ദ സോഫ്റ്റ് ആനിമൽ ഇൻ യുവർ ബോഡി, ആനിമൽ ഓഫ് യുവർ ബോഡി, ലവ് വാട്ട് ഇറ്റ് ലവ്സ് എന്നാണ്. കവിത തുടരുന്നു. Tell me about despair, yours, and I will tell you mine. Meanwhile, the world goes on. Meanwhile, the sun and the clear pebbles of the rain are moving across the landscapes, over the prairies and the deep trees, the mountains and the rivers. Are you going to waste your time bitching about your life, doing nothing? Even as we share our loads of grief with each other, the world, it doesn't stop for us. It just goes on. It moves on. Time doesn't stop for us. ഇതൊന്നും നമുക്ക് വേണ്ടി കാത്തു നിൽക്കില്ല. അതിങ്ങനെ അനസ്യൂതം ഒഴുകിക്കൊണ്ടേയിരിക്കും. നമ്മളിങ്ങനെ പരാതികളുടെ ഭണ്ഡാരം, എൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളും ഞാൻ നിങ്ങളോട് പറയും, അത് കേട്ട് നിങ്ങൾ സങ്കടങ്ങൾ എന്നോട്, നമ്മളിങ്ങനെ ബിച്ച് ചെയ്യുകയാണ്. ലൈഫിൽ ഇങ്ങനെ പരാതിപ്പെട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ കാലം മുന്നോട്ടൊഴുകിക്കൊണ്ടിരിക്കും. ആ സമയം അത് നമുക്ക് വേണ്ടി കാത്തു നിൽക്കില്ല. ലോകവും നമുക്ക് വേണ്ടി കാത്തു നിൽക്കില്ല. പിന്നെ എന്തിന്? Meanwhile, the wild geese, high in the clean blue air, are heading home again. Now the wild geese returning home catch the attention of a poet, Mary Oliver. She lived for decades in Provincetown, Massachusetts, where her daily walks often took her to the marshes where she saw these wild geese in flight. ആ ഒരു കാഴ്ചയാണ് അവരിപ്പോൾ കാണുന്നത്. ആ വൈൽഡ് ഗീസ്, ദേ ആർ റിട്ടേണിങ് ഹോം. അവ ഇങ്ങനെ കൂടുകളിലേക്ക് മടങ്ങുന്ന ആ ഒരു കാഴ്ച, അതിൻ്റെ വീടുകളിലേക്ക് മടങ്ങുന്ന ആ കാഴ്ച. ഇതാ കവിതയുടെ അവസാന വരികൾ. Whoever you are, no matter how lonely, the world offers itself to your imagination, calls to you like the wild geese, harsh and exciting, over and over announcing your place in the family of things. Now the poet is directly addressing us, the readers. Whoever you are, no matter how lonely, നിങ്ങൾ ആരാണെങ്കിലും, ഇനി എത്ര ഒറ്റപ്പെട്ടവനാണെങ്കിലും ഒറ്റപ്പെട്ടവളാണെങ്കിലും, ഈ ലോകത്തിൻ്റെ മനോഹാരിത, അതിൻ്റെ അനന്തമായ സാധ്യതകൾ നിങ്ങൾ എങ്ങനെ ഭാവനയിൽ കാണും എന്നതിനെ ആശ്രയിച്ചിരിക്കും. യുവർ ഇമാജിനേഷൻ ഇസ് ദ ലിമിറ്റ്. അതാണ് ആ ഹംസങ്ങളിലൂടെ ഈ ലോകം നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്. നിർത്താതെയുള്ള പരുക്കൻ കരച്ചിലൂടെ അവ ഉച്ചത്തിൽ വെളിപ്പെടുത്തുകയാണ് ഈ പ്രകൃതിയിൽ നിങ്ങൾക്കുള്ള അനിഷേധ്യമായ സ്ഥാനം. You belong to this world. You belong to nature. You belong to the family of things. We can never be lonely here. അതാണ് കവിതയുടെ തുടക്കത്തിൽ പറയുന്നത്. You only have to let the soft animal of your body love what it loves. Wild geese. You do not have to be good. You do not have to walk on your knees for 100 miles through the desert, repenting. You only have to let the soft animal of your body love what it loves. Tell me about despair, yours, and I will tell you mine. Meanwhile, the world goes on. Meanwhile, the sun and the clear pebbles of the rain are moving across the landscapes, over the prairies and the deep trees, the mountains and the rivers. Meanwhile, the wild geese, high in the clean blue air, are heading home again. Whoever you are, no matter how lonely, the world offers itself to your imagination, calls to you like the wild geese, harsh and exciting, over and over announcing your place in the family of things.